All in the last session we have discussed the instruction pipeline design concept, and in that concept we have discussed the instruction execution phases. Okay, two phases we have discussed, which are in order instruction issuing and also reorder instruction issuing. We have seen a problem in the in order instruction issuing, which is the idle cycle issue, which is being cleared in the reorder instruction issuing. Okay, all those things we have discussed in the last session, and today we are going to discuss a new concept, which is mechanisms for instruction pipelining. That is, for implementing a instruction level pipelining, what all the mechanisms we can implement so that we can improve the efficiency or improve the throughput of the system. ഓക്കെ, ഒരു പൈപ്പ് ലൈനിൻ്റെ ത്രൂപുട്ട് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെക്കാനിസംസ് എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈനിങ് നമുക്ക് മോർ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ്, ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ടെക്നോളജി ദാറ്റ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഈസ് ദ പ്രീഫെച്ച് ബഫർ. അപ്പോൾ എന്താണ് ഈ പ്രീഫെച്ച് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീഫെച്ച് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാം, പ്രീഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് വാട്ട് വി ഡു, വി വിൽ പ്രീഫെച്ച് ഇൻ എ സെപ്പറേറ്റ് ബഫർ. ഓക്കെ, സെപ്പറേറ്റ് ബഫറിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം 3 ടൈപ്പ് ഓഫ് ബഫറാണ്. സീക്വൻഷ്യൽ ബഫർ, വിച്ച് ഈസ് ഓൾസോ ഓൾറെഡി പ്ലേസ്ഡ് ഹിയർ. ടാർഗറ്റ് ബഫർ, ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഹിയർ. ആൻഡ് വൺ മോർ ബഫർ ഈസ് ദാറ്റ് ലൂപ്പ് ബഫർ. അപ്പോൾ ഈ 3 ബഫറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കും. ഓക്കെ, ഓരോരോ ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നതിന് പകരം വി വിൽ ഫെച്ച് കോൺസിക്യൂട്ടീവ് ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ആർ പ്രീഫെച്ച്ഡ് ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പ്രീഫെച്ച് ബഫർ. ഓക്കെ, പ്രീഫെച്ച് ബഫർ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സീക്വൻഷ്യൽ ബഫർ. ഓക്കെ, സീക്വൻഷ്യൽ ബഫറിൽ എന്താ ചെയ്യുന്നത്, സീക്വൻഷ്യൽ ബഫേഴ്സ് ആർ യൂസ് ടു ലോഡ് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം സീക്വൻഷ്യൽ ബഫേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പെയർ ഓഫ് സീക്വൻഷ്യൽ ബഫേഴ്സാണുള്ളത്. 2 സീക്വൻഷ്യൽ ബഫേഴ്സാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് ടാർഗറ്റ് ബഫർ. നമുക്ക് ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ലോഡ് ചെയ്യുന്നത് ഈ ഒരു ടാർഗറ്റ് ബഫറിലാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് ബ്രാഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് ജമ്പ് ചെയ്ത് പോയിൻ്റ് വരും. നമുക്ക് ടാർഗറ്റ് അഡ്രസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ലൈനിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ജമ്പ് ചെയ്ത് ഇപ്പുറത്തെ ലൈനിലേക്ക് ചാടേണ്ടി വരും. അപ്പോൾ ഈ എങ്ങോട്ടാണ് ഈ ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻസ് പോകുന്നത്, ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ നമ്മുടെ ടാർഗറ്റ് ബഫറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫ്രം എ ബ്രാഞ്ച് ടാർഗറ്റ്സ് ആർ ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ ടാർഗറ്റ് ബഫർ. ഇവിടെ നമുക്ക് 2 ഉണ്ട്, പെയർ ഓഫ് ടാർഗറ്റ് ബഫേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ബഫേഴ്സും ആക്ച്വലി ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ഫിഫോ ഫാഷൻ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫാഷനിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് എടുത്തായിരിക്കും നമ്മൾ പൈപ്പ് ലൈനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബഫറിന് പുറത്ത്, അതായത് ഈ പൈപ്പ് ലൈനിൻ്റെയും മെമ്മറിയുടെയും ഇടയ്ക്കാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രീഫെച്ച് ബഫർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പൈപ്പ് ലൈനിൽ കൊടുക്കുന്നതിന് മുമ്പേ നമ്മളിതെല്ലാം പ്രീഫെച്ച് ചെയ്ത് ഈ പറഞ്ഞ ബഫേഴ്സിനകത്ത് എടുത്ത് വയ്ക്കും. എന്നിട്ട് വേണ്ട സമയത്ത് നമ്മളിത് എവിടെ കൊടുക്കുക, പൈപ്പ് ലൈനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലൂപ്പ് ബഫറുണ്ട്. ഓക്കെ, അപ്പോൾ ലൂപ്പ് ബഫർ എന്ന് പറയുന്നത് ചില സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഏതെങ്കിലും ലൂപ്പിനകത്ത് എഴുതും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലൂപ്പ് 1 എന്ന് പറയുന്നൊരു അതിനകത്ത് നമുക്ക് കുറേ സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്മിങ് അണ്ടർ എ പർട്ടിക്കുലർ ലൂപ്പ്, ഓക്കെ, അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബഫറിൽ പ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ലൂപ്പ് ബഫർ. ഓക്കെ, അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആക്ച്വലി അത് ഓപ്ഷണലാണ്. അത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് സീക്വൻഷ്യൽ ബഫറിലോട്ട് നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ 2 ഈ പറഞ്ഞ സീക്വൻഷ്യൽ ബഫറിലും ടാർഗറ്റ് ബഫറിലും 2ലും സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കും കണ്ടീഷൻ ചെക്ക് ചെയ്ത് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ പൈപ്പ് ലൈനിലേക്ക് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ ആ പൈപ്പ് ലൈനിലേക്ക് ഇതിപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഒരു കോപ്പി സീക്വൻഷ്യൽ ബഫറിലും പോവും, ഒരു കോപ്പി ടാർഗറ്റ് ബഫറിലും പോവും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ബി ഫെഡ് ടു ദ പൈപ്പ് ലൈൻ. അത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബഫറിൽ, അതായത് സീക്വൻഷ്യൽ ബഫറിൽ നിന്നാണ് ആ കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ബഫർ എന്നുള്ള സംഭവം, സ്റ്റോർ ചെയ്ത സംഭവം നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പ്രീഫെച്ച് ബഫറിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയുക. ലെറ്റ്സ് സീ ദ തിയററ്റിക്കൽ പാർട്ട്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 3 type of buffers ഉണ്ട് to use to match the instruction fetch rate of the pipeline consumption rate. In one memory access time, the block of consecutive instructions are fetched into a prefetch buffer. അപ്പോൾ ഒരു മെമ്മറി ആക്സസ് ടൈമിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു സമയത്ത് മെമ്മറി ആക്സസ് നടത്തുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് എന്ന്. അത് ഒരു മെമ്മറി ആക്സസ് ടൈമിൽ, ഒരു സമയത്ത് നമ്മൾ മെമ്മറി ആക്സസ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പ്രീഫെച്ചർ ബഫർ. അപ്പോൾ പ്രീഫെച്ചർ ബഫർ ഏതൊക്കെയുണ്ട്? അതാണ് സീക്വൻഷ്യൽ ബഫർ, ടാർഗറ്റ് ബഫർ, ലൂപ്പ് ബഫർ. സീക്വൻഷ്യൽ ബഫർ എന്താണ്? സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ലോഡഡ് ഇൻ ടു എ പെയർ ഓഫ് സീക്വൻഷ്യൽ ബഫർ. ക്ലിയർ ആണല്ലോ. ടാർഗറ്റ് ബഫർ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ഫ്രം എ ബ്രാഞ്ച് ടാർഗറ്റ്സ്. ഓക്കെ, ബ്രാഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ ടാർഗറ്റ് ബഫേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ബ്രാഞ്ച് ടാർഗറ്റ്സ്. ഇൻസ്ട്രക്ഷൻസ് ഫ്രം ബ്രാഞ്ച് ടാർഗറ്റ്സ് ആർ ലോഡഡ് ഇൻ ടു ദ പെയർ ഓഫ് ടാർഗറ്റ് ബഫേഴ്സ്. Now both buffers operate in a FIFO fashion. Okay, now third type of prefetch buffer ഏതാണ്? ലൂപ്പ് ബഫർ. ഓക്കെ, ബഫർ എന്നാണ് എഴുതിയിരിക്കുന്നത്, ബഫർ. ഓക്കെ, ബഫർ നോൺ as ലൂപ്പ് ബഫർ. അപ്പോൾ ദിസ് ബഫർ ഹോൾഡ്സ് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ എ സ്മോൾ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പിനകത്തുള്ള സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഈ ലൂപ്പ് ബഫറിനകത്ത് സ്റ്റോർ ചെയ്യും. അല്ലേ? അപ്പോൾ ഈ ലൂപ്പ് ബഫർ നമ്മൾ ഫിഗറിനകത്ത് തന്നിട്ടില്ല, അത് വരയ്ക്കണമെന്നില്ല, ഇത് രണ്ടെണ്ണം വരച്ചാൽ മതി. ഓക്കെ, Now, a conditional branch instruction causes both sequential buffers and target buffers to fill with the instructions. അപ്പോൾ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും സീക്വൻഷ്യൽ ബഫറിലും ടാർഗറ്റ് ബഫറിലും അത് സ്റ്റോർ ചെയ്യും. ആഫ്റ്റർ ദ ബ്രാഞ്ച് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്, അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ ടേക്കൺ ഫ്രം വൺ ഓഫ് ദ 2 ബഫേഴ്സ്. കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബഫറിൽ നിന്ന് അത് എടുക്കും എക്സിക്യൂഷന്. ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ അതർ ബഫർ ആർ ഡിസ്കവർഡ്. അപ്പോൾ 2 ബഫറിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അല്ല, എടുക്കാത്ത ബഫർ എവിടെയാണോ, ഏത് ബഫറിൽ നിന്നാണ് എടുക്കാത്തത്, നമ്മൾ അതെന്നുള്ളത് ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രീഫെച്ച് ബഫറിനകത്ത് നമുക്ക് പറയാനുള്ള കോൺസെപ്റ്റുകൾ. ഇപ്പോൾ ഫസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഫസ്റ്റ് മെക്കാനിസം ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഈസ് പ്രീഫെച്ച് ബഫർ. Now second one is multiple functional unit. What is multiple functional unit? അതായത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ ആ സ്ലൈഡ് നോക്കാം. ഇതിൽ നോക്കുക, ഈ കേസ് എന്ന് പറയുന്നത് നമുക്ക് ചില കേസുകളിൽ നമുക്കെന്താണ്, ഈ പൈപ്പ് ലൈനിൽ ഈ ബോട്ടിൽ നെക്ക് വരും. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു സ്റ്റേജിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ വീണ്ടും ഓരോ ടൈം സൈക്കിളിലും നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, എക്സിക്യൂഷൻ 3 സ്റ്റേജ് ഉണ്ട്. എക്സിക്യൂഷൻ 1 സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. അപ്പോൾ 3 സ്റ്റേജ് എക്സിക്യൂഷൻ ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, ചിലപ്പം ബോട്ടിലിനൊക്കെ വരാൻ, ഒരു എക്സിക്യൂഷൻ സ്റ്റേജ് സമയത്ത് ബോട്ടിലിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എക്സിക്യൂഷൻ സ്റ്റേജസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിൽ നെക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, യു വിൽ ബി യൂസിങ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സെയിം സ്റ്റേജ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്റ്റേജ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സ്റ്റേജിനും വി ആർ ഹാവിങ് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ എത്ര എക്സിക്യൂഷൻ, എത്ര സ്റ്റേജസ് വരുന്നോ അത്രയും ഫങ്ഷണൽ യൂണിറ്റ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സിൽ പറയുന്ന കോൺസെപ്റ്റ്. ഇതാണ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ. സംടൈംസ് എ സർട്ടൺ പൈപ്പ് ലൈൻ സ്റ്റേജ് ബിക്കംസ് ബോട്ടിൽ നെക്ക്.
ഒരു സ്റ്റേജിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ബോട്ടിൽ നെക്ക് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ യൂസിങ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സെയിം സ്റ്റേജ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേജിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ബോട്ടിൽ നെക്ക് പ്രോബ്ലം ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓർ എക്സിക്യൂഷൻ യൂണിറ്റ്സ് ഫോർ ഈച്ച് സ്റ്റേജസ്. ഓരോ സ്റ്റേജിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ലീഡ്സ് ദ യൂസ് ഓഫ് മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ്സ് ഓർ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻ എ പൈപ്പ് ലൈൻ പ്രോസസ്സർ ഡിസൈൻ. സോ ദിസ് ഈസ് എ ഫിഗർ, യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ ഇതിൽ നമ്മുടെ പൈപ്പ് ലൈനിങ് സ്റ്റേജസ് ആണ്. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നു, നമ്മൾ ഫെച്ച് ചെയ്യുന്നു, പിന്നെ ഡീകോഡ് ആൻഡ് ഇഷ്യൂ. ഇത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ്, ദിസ് ഈസ് ഡീകോഡ് ആൻഡ് ഇഷ്യൂ യൂണിറ്റ്. സോ ദിസ് ഈസ് അവർ എക്സിക്യൂഷൻ യൂണിറ്റ്. സി, ഇപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്താണ്, നമുക്കിവിടെ 1 2 3 4 എക്സിക്യൂഷൻ യൂണിറ്റിൽ 4 സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിന് വേണ്ടിയിട്ട് വി ആർ ഹാവിങ് സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇവിടെ 4 അല്ല, ഇവിടെ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സപ്പോസ് നമുക്കിവിടെ 4 എണ്ണേ ഉണ്ടെന്ന് വിചാരിക്കുക, 4 എക്സിക്യൂഷൻ സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ എക്സിക്യൂഷൻ സ്റ്റേജിനും വി ആർ പ്രൊവൈഡിങ് different functional units. Okay, and each functional unit we are having a component called reservation station. Okay, RS, reservation station. കണ്ടോ, RS എന്ന് എഴുതുന്നുണ്ടോ? ഈ റിസർവേഷൻ സ്റ്റേഷൻ എന്തിനാണ്? റിസർവേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ ചില സൈക്കിൾ ടൈം ഉണ്ടോ, ചില കേസിൽ ഈ ബ്ലാക്ക് മാർക്ക് എന്താണ്? ബ്ലാക്ക് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ സൈക്കിൾ ടൈം വേസ്റ്റ് ആയി പോയി, ഐഡിൽ സൈക്കിളായിട്ടിരിക്കുന്ന സമയത്താണ്. ഓക്കെ, ഐഡിൽ സൈക്കിളായിരിക്കുന്ന സമയത്താണ് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഡാറ്റ ഡിപ്പെൻഡൻസിയോ അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്പെൻഡൻസിയോ കാരണം ഈ ആ സ്റ്റേജ് കുറച്ച് നേരം ഹോൾട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് എവിടെ കൊണ്ട് വയ്ക്കണം? ആ ഇൻസ്ട്രക്ഷൻ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണമല്ലോ. ആ സമയത്ത് ആ ഇൻസ്ട്രക്ഷനെ കൊണ്ട് വയ്ക്കാനാണ് നമ്മൾ ഈ ഒരു റിസർവേഷൻ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഐഡൽ സൈക്കിളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു, അതായത് ഡാറ്റ ഡിപ്പെൻഡൻസിയോ റിസോഴ്സ് ഡിപ്പെൻഡൻസിയോ വന്നു. അപ്പോൾ ആ ഡിപ്പെൻഡൻസി ഒഴിവാകുന്നത് വരെ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ അവിടെ വെച്ചിരിക്കണം. ഓക്കെ, അത് വെച്ചിരിക്കാനാണ് നമ്മൾ ഈ റിസർവേഷൻ സ്റ്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇതാണ് റിസർവേഷൻ സ്റ്റേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷണൽ യൂണിറ്റും അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിസർവേഷൻ സ്റ്റേഷനുമാണ്. ഓക്കെ, അപ്പം ഇൻ ഓർഡർ ടു റിസോൾവ് അല്ലെങ്കിൽ സോൾവ് ദ ഡാറ്റ ഡിപ്പെൻഡൻസി ദ സക്സസീവ് ഇൻസ്ട്രക്ഷൻസ് ദ റിസർവേഷൻ സ്റ്റേഷൻസ് ആർ യൂസ്ഡ്. ഓക്കെ, റിസർവേഷൻ സ്റ്റേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഈ റിസർവേഷൻ സ്റ്റേഷനിൽ എത്ര നേരം വരെ നിൽക്കും? ആ ഡിപ്പെൻഡൻസി തീരുന്നവരെ നിൽക്കും. ഓക്കെ, ഡാറ്റ ഡിപ്പെൻഡൻസി വരുന്നത് കൊണ്ടാണല്ലോ റിസർവേഷൻ സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റിസർവേഷൻ സ്റ്റേഷനിൽ എത്ര നേരം വരെ സ്റ്റോർ ആവും? ആ ഡാറ്റ ഡിപ്പെൻഡൻസി റിസോൾവ് ആകുന്നത് വരെ സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ റിസോഴ്സ് ഡിപ്പെൻഡൻസിയുടെ, അതായത് ഈ റിസർവേഷൻ സ്റ്റേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസർവേഷൻ സ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറൊരാളുണ്ട്, അതാണ് ഈ ടാഗ് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ടാഗ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ടാഗ് യൂണിറ്റ് ഈ റിസർവേഷൻ സ്റ്റേഷന് ഒരു സെപ്പറേറ്റ് ടാഗ് കൊടുക്കും, ഒരു യുണീക്ക് നമ്പർ കൊടുക്കും. അത് വെച്ചിട്ടാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ടാഗ് യൂണിറ്റ് ഇവരുടെ ഇതെല്ലാം മോണിറ്റർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഏത് രജിസ്റ്ററിനകത്താണ് ഡാറ്റ ഇരിക്കുന്നത്, ഏതൊക്കെ രജിസ്റ്ററിനകത്ത് ഡാറ്റ ഉണ്ട്, ഏതൊക്കെ റിമൂവ് ചെയ്ത് പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നത് ഈ ടാഗ് യൂണിറ്റാണ്. ഓക്കെ, ക്ലിയർ? അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ടാഗ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ടാഗ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഴ്സ് രജിസ്റ്റർ ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. ചിലപ്പം നമുക്ക് ഈ ഫങ്ഷണൽ യൂണിറ്റ് ആയിരിക്കും നമ്മുടെ സോഴ്സ്. ഓക്കെ, അവിടെ നമുക്ക് ഡാറ്റ ചിലപ്പം ഇപ്പുറത്തെ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ സോഴ്സ് ഏത്, ഡെസ്റ്റിനേഷൻ ഏത് എന്നുള്ള ഫങ്ഷൻ ഏതാണ് എന്നുള്ളതെല്ലാം ഈ ടാഗ് യൂണിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടാഗ് യൂണിറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഈ സോഴ്സ് രജിസ്റ്റർ ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ളതെല്ലാം അത് ട്രാക്ക് ചെയ്യും. അതാണ് ടാഗ് യൂണിറ്റിൻ്റെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകാം നമുക്ക്. In order to resolve the data and the resource dependency among the successive instruction,
റിസർവേഷൻ സ്റ്റേഷൻസ് ആർ യൂസ്ഡ് വിത്ത് ഈച്ച് ഫങ്ഷണൽ യൂണിറ്റ്. അപ്പോൾ ഈ ഡാറ്റ ഡിപ്പെൻഡൻസിയും ഈ റിസോഴ്സ് ഡിപ്പെൻഡൻസിയും കാരണം ഉണ്ടാകുന്നതാണ് കൊളിഷൻ. ഓക്കെ, അപ്പോൾ ആ കൊളിഷൻ കാരണമാണ് നമുക്ക് ഐഡിൽ സൈക്കിളായിട്ട് ഇരിക്കേണ്ടി വരുന്ന ചില സ്റ്റേജസ്. ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ എവിടെയെങ്കിലും വെക്കണം. അതിനാണ് നമ്മൾ ഈ റിസർവേഷൻ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ദ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വെയിറ്റ് ഇൻ ദ റിസർവേഷൻ സ്റ്റേഷൻ അണ്ടിൽ ദെയർ ഡാറ്റ ഡിപ്പെൻഡൻസീസ് ഹാവ് ബീൻ റിസോൾവ്ഡ്. ഡാറ്റ ഡിപ്പെൻഡൻസി റിസോൾവ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവേഷൻ സ്റ്റേഷനകത്ത് ആ ഇൻസ്ട്രക്ഷനെ വയ്ക്കും. അത് കഴിഞ്ഞ ഉടൻ തന്നെ അത് അവിടെ നിന്ന് എടുത്ത് നമ്മൾ പൈപ്പ് ലൈനിൽ കൊടുക്കും. ഓക്കെ, ഈച്ച് റിസർവേഷൻ സ്റ്റേഷൻ ഈസ് യുണീക്ലി ഐഡൻറ്റിഫൈഡ് ബൈ എ ടാഗ്. ഒരു ടാഗ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് മോണിറ്റർഡ് ബൈ എ ടാഗ് യൂണിറ്റ്. ടാഗ് യൂണിറ്റാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ദി ടാഗ് യൂണിറ്റ് കീപ്സ് ചെക്കിംഗ് ദ ടാഗ്സ് ഫ്രം ഓൾ കറണ്ട് യൂസ്ഡ് ഇൻ ദ രജിസ്റ്റേഴ്സ് ടു റിസർവേഷൻ സ്റ്റേഷൻസ്. അപ്പോൾ ടാഗ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഈ ആർക്കൊക്കെ ടാഗ് ഏതൊക്കെ റിസർവേഷൻ സ്റ്റേഷനാണ് ടാഗ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ റിസർവേഷൻ സ്റ്റേഷന് ടാഗ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യും. ഓക്കെ, ദിസ് രജിസ്റ്റർ ടാഗിങ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റേഴ്സ് അസൈൻ ഫോർ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമുക്ക് ആ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഴ്സ് രജിസ്റ്റർ ഏതാണ്, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഏതാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ടാഗ് യൂണിറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ചിലപ്പോൾ ഈ ഫംഗ്ഷണൽ യൂണിറ്റിന് നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സോഴ്സ് ചെയ്ത് ഡെസ്റ്റിനേഷൻ ചെയ്ത് എങ്ങോട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇസ് കൺട്രോൾഡ് ബൈ ദിസ് ടാഗ് യൂണിറ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് നമ്മുടെ റിസർവേഷൻ സ്റ്റേഷൻ ആസ് വെൽ ആസ് അവർ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ എക്സിക്യൂഷൻ സ്റ്റേജ് നമുക്ക് എത്ര എക്സിക്യൂഷൻ സ്റ്റേജിൻ്റെ കോപ്പി വരുന്നുണ്ടോ അത്രയും ഫങ്ഷണൽ യൂണിറ്റ്സ് ഇവിടെയുണ്ട്. ഈ എല്ലാ ഫങ്ഷണൽ യൂണിറ്റ്സും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിനും വി ആർ ഹാവിങ് എ റിസർവേഷൻ സ്റ്റേഷൻ. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ പഠിച്ചോളണം. ഓക്കെ, ഇനി മൂന്നാമത്തെ മെക്കാനിസം എന്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഫങ്ഷണൽ യൂണിറ്റിൽ നിന്ന് മറ്റേ ഫങ്ഷൻ യൂണിറ്റിലേക്ക് ഡാറ്റ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഇൻറ്റേർണൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ വഴി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിയും നമ്മൾ രജിസ്റ്റർ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡാറ്റ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ രജിസ്റ്ററിൽ കൊടുക്കും, രജിസ്റ്റർ ആയിരിക്കും തിരിച്ച് ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, അല്ലാതെ മെമ്മറിയിൽ നിന്ന് വീണ്ടും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് വീണ്ടും ഇത് ആക്സസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റർ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ആൻഡ് ദ ത്രൂപുട്ട് നമുക്ക് പറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ ത്രൂപുട്ട് ഓഫ് എ പൈപ്പ് ലൈൻ പ്രോസസ്സർ ക്യാൻ ബി ഫർദർ ഇംപ്രൂവ്ഡ് വിത്ത് ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്. ഓക്കെ, നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഇൻറ്റേർണലായിട്ട് നമുക്ക് ഡാറ്റ ഫോർവേഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ് എമംഗ് ആരുമായിട്ടുള്ളതാണ്, ഫങ്ഷണൽ യൂണിറ്റ്സുകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഫങ്ഷണൽ യൂണിറ്റ് മറ്റേ ഫങ്ഷണൽ യൂണിറ്റ്, അപ്പോൾ ഈ ഫങ്ഷണൽ യൂണിറ്റുകൾ തമ്മിലുള്ള ഡാറ്റ ഫോർവേഡിങ്ങിൻ്റെ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. ഓക്കെ, സോ മെമ്മറി ആക്സസ് ഓപ്പറേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റിലേക്കുള്ള ഡാറ്റ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിന് പകരം വി ക്യാൻ യൂസ് രജിസ്റ്റർ, വി ക്യാൻ റീപ്ലേസ് രജിസ്റ്റർ. ഓക്കെ, ഇൻ കേസ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് മെമ്മറി. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രാമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതായത് രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, സ്റ്റോർ ലോഡും ലോഡ് ലോഡും. അപ്പോൾ ഈ സ്റ്റോർ ലോഡിലും ലോഡ് ലോഡിലും നമുക്ക് എങ്ങനെ മെമ്മറിയെ ശല്യപ്പെടുത്താതെ നമുക്ക് രജിസ്റ്റർ വഴി ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ R1 എന്ന് പറയുന്ന ഡാറ്റ നമുക്ക് R2 കൊടുക്കണം, മെമ്മറിയിലോട്ടും കൊടുക്കണം. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആക്സസ് യൂണിറ്റ് വഴി നമ്മൾ ആദ്യം മെമ്മറി കൊടുക്കും, മെമ്മറിയാണ് അത് R2 കൊടുക്കുന്നത്. ഇതാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ LD ലോഡ് R2, M എന്ന് പറയുന്നത് മെമ്മറിയിൽ നിന്ന് നമ്മൾ R2 എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് R1 മെമ്മറിയിൽ കൊടുക്കുന്നു, അത് നമുക്ക് നോർമലി നടക്കട്ടെ. പക്ഷേ R2 നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിന് പകരം വി ക്യാൻ മൂവ് ദ ഇൻഫർമേഷൻ ഫ്രം R1 to R2. ഓക്കെ, R1 നമുക്ക് R2 മൂവ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ മൂവ് R2, R1 എന്ന് പറഞ്ഞാൽ ദ കണ്ടൻറ്റ് ഇൻ R1 ഈസ് കോപ്പി ടു R2. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ LD_R2, M വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ മൂവ് R2, R1. ക്ലിയർ? അതാണ് പറയുന്നത്. ലോഡ് ഓപ്പറേഷൻ LD_R2, M ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ മൂവ് ഓപ്പറേഷൻ മൂവ് R2, R1 ഫ്രം രജിസ്റ്റർ R1 ടു രജിസ്റ്റർ R3. രജിസ്റ്റർ R1 നിന്ന് R2 നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലോഡ് ഫോർവേഡിംഗ് ആണ്. ലോഡ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് നമ്മൾ R1 R2 ഡാറ്റ ലോഡ് ചെയ്യാണ്. സെയിം ഡാറ്റ നമ്മൾ R1 കൊടുക്കുന്നു, R2 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ R1 കൊടുക്കട്ടെ, മെമ്മറി R1 എന്നുള്ളത് കൊടുക്കട്ടെ, പക്ഷേ R2 R1 നിന്ന് കോപ്പി ചെയ്താൽ പോരെ? മെമ്മറി ഇപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, R1 മാത്രം കൊടുത്താൽ മതി. R1 നിന്ന് R2 ഈ R1 കൊടുത്തോളും, പിന്നെ വീണ്ടും മെമ്മറിയുടെ ഇത് വേണ്ട. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ക്ലിയർ? അപ്പം ലോഡ് R1, ഇതിൻ്റെ ആരോ മാറിപ്പോയി, താഴോട്ടാണ്, തിരിച്ചാണ് ആരോ വരേണ്ടത്. ഇപ്പോൾ ലോഡ് R1, M എന്ന് പറയുന്നത് മെമ്മറിയിൽ നമ്മൾ R1 കോപ്പി ചെയ്യണം, അപ്പോൾ തിരിച്ചാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ലോഡ് ഓപ്പറേഷൻ എലിമിനേറ്റ്സ് എ സെക്കൻഡ് ഓപ്പറേഷൻ LD_R2, M. ഈ സംഭവം എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? LD_R2, M നമ്മൾ ഈ രീതിയിലാക്കാം. എങ്ങനെയാക്കാം? മൂവ് R2, R1. അതായത് നമുക്ക് R1 നിന്ന് R2 കോപ്പി ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് ലോഡിങ് ഇറ്റ് ഫ്രം ദ മെമ്മറി. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആവും. അതാണ് ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറി. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രജിസ്റ്ററിനെ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് ആക്സസിങ് ദ മെമ്മറി. ക്ലിയർ? അപ്പോൾ ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്, ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പൈപ്പ് ലൈൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ഹസാർഡ് അവോയ്ഡൻസ്. എന്താണ് ഈ ഹസാർഡ് അവോയ്ഡൻസ് എന്നുള്ളത്? ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസാർഡ് എന്ന് പറഞ്ഞാൽ എററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓർഡർ ഭയങ്കര എന്താണ്, വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇൻസ്ട്രക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ കുറച്ച് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ഓർഡർ മാറ്റുമ്പോൾ അതിൻ്റെ റിസൾട്ട് മാറാതെ നമ്മൾ നോക്കിക്കോണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സേ I1 I2. ഓക്കെ, അല്ലെങ്കിൽ Iയും J എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം I1 ആൻഡ് J1 എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം I1 എക്സിക്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് J1 ആണ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ഓർഡർ മാറ്റുകയാണെങ്കിൽ J1 ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് I1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെയ്യുമ്പോൾ ദ റിസൾട്ട് മസ്റ്റ് ബി സെയിം. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് മസ്റ്റ് ബി സെയിം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓർഡർ മാറ്റുമ്പോൾ ഈ റിസൾട്ടിന് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എങ്ങനെ അത് അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പൈപ്പ് ലൈനിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. ദാറ്റ് ഹസാർഡ്സ് മസ്റ്റ് ബി അവോയ്ഡഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, എ പൈപ്പ് ലൈൻ മേ ലീഡ് ടു ഡിഫറെൻറ്റ് റിസൾട്ട് ഇഫ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ട് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ റിസൾട്ടുകൾ മാറും. ഓക്കെ, അങ്ങനെ മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, മാറാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. കൺസിഡർ 2 ഇൻസ്ട്രക്ഷൻസ് I and J. ദ ഇൻസ്ട്രക്ഷൻ J ഫോളോസ് ഇൻസ്ട്രക്ഷൻ I. ഓക്കെ, അതായത് ഇൻസ്ട്രക്ഷൻ I കഴിഞ്ഞിട്ട് വേണം J ചെയ്യാൻ. ഓക്കെ, ഇഫ് ആക്ച്വൽ എക്സിക്യൂഷൻ ഓർഡർ ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻ വയലേറ്റ്സ് ദ പ്രോഗ്രാം ഓർഡർ, ഇൻകറക്റ്റ് റിസൾട്ട് മേ ഹാപ്പൻ, ദസ് പ്രൊഡ്യൂസിങ് ഹസാർഡ്. അപ്പോൾ ഞാനിപ്പോൾ I കഴിഞ്ഞിട്ട് വേണം J ചെയ്യാൻ. നമ്മളിപ്പോൾ ഇപ്പോൾ തിരിച്ച് ചെയ്യണമെങ്കിലോ ആദ്യം J വന്നു പിന്നെ I വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നു? ഹസാർഡ് വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന്, കാരണം റിസൾട്ടുകൾ വ്യത്യാസം വരും. I കഴിഞ്ഞിട്ട് J ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് നമുക്ക് 5 എന്ന് കിട്ടും, അതാണ് നമ്മളെ ശരിക്കുള്ള ആൻസർ. പക്ഷേ J ചെയ്തിട്ട് I ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ 2 എന്നായിരിക്കും കിട്ടുന്നത്, അപ്പോൾ റിസൾട്ട് മാറി. അതിനാണ് നമ്മൾ ഈ ഹസാർഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നില്ല, ഇവിടെ ഹസാർഡ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ്. അപ്പോൾ ഹസാർഡ് ഷുഡ് ബി പ്രിവെൻറ്റഡ് ബിഫോർ ദീസ് ഇൻസ്ട്രക്ഷൻസ് എൻ്റർ ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഹസാർഡ്സുകളെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ,
എന്തൊക്കെയാണ് ഹസാർഡ്സുകൾ ഒക്കർ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഹസാർഡ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ഹസാർഡ്സ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബേൺസ്റ്റീൻ കണ്ടീഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ 2 നൊട്ടേഷൻസ് ഡി ആൻഡ് ആർ. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡൊമൈൻ, ആർ സ്റ്റാൻഡ്സ് ഫോർ റേഞ്ച്. ഈ ഐ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസാണ്. ഡി എഫ് ഐ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ഐ, ആർ എഫ് ഐ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ഐ. ഡൊമൈൻ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ ഇൻപുട്ട് സെറ്റ്. ഓക്കെ, ഇൻപുട്ടുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സെറ്റാണ്, കണ്ടെയ്ൻസ് ഔട്ട്പുട്ട് സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡി എഫ് ഐ റൈറ്റ് ആർ എഫ് ഐ. ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ടുള്ള സാധനം റൈറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എഴുതുകയാണ്. ഓക്കെ, ഈ ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 ടൈപ്പ് ഓഫ് എറേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. റീഡ് ആഫ്റ്റർ റൈറ്റ്. റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് കഴിഞ്ഞിട്ടേ റൈറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഐ നമുക്ക് റൈറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാം, ആർക്ക് റീഡ് ചെയ്യാൻ പറ്റൂ? ജെയ്ക്ക് റീഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതിന് മുമ്പ് റീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എറർ സംഭവിക്കും. ക്ലിയർ? അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്താൽ മാത്രമേ, റൈറ്റിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇയാൾക്കത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം. ഇവിടെ ഇത് റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റീഡ് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ നോക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്ലോ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബേൺസ്റ്റീൻ കണ്ടീഷനിൽ നമ്മൾ ഫ്ലോ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നില്ലേ? ഓക്കെ, അതാണ് സംഭവം. ക്ലിയർ? ഇനി അടുത്തത് റൈറ്റ് ആഫ്റ്റർ റൈറ്റ്. റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്ത അതേ ലൊക്കേഷനിൽ ഇൻസ്ട്രക്ഷൻ ജെയും റൈറ്റ് ചെയ്യുന്നു. അതാണ് റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്ത അതേ ലൊക്കേഷനിൽ ഇൻസ്ട്രക്ഷൻ ജെയും റൈറ്റ് ചെയ്യുന്നതിനാണ് റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എററാണ് നമ്മൾ ആൻറ്റി ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ഓക്കെ, ബേൺസ്റ്റീൻ കണ്ടീഷൻ നമ്മൾ പഠിച്ച കേസാണ്. ഓക്കെ, ദിസ് ഈസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് ആൻഡ് ദിസ് ഈസ് ഫ്ലോ ഡിപ്പെൻഡൻസ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ഹസാർഡ്, ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഹസാർഡ്. ഇനി ലാസ്റ്റ് വണ് റൈറ്റ് ആഫ്റ്റർ റീഡ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റീഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അതാണ് റൈറ്റ് ആഫ്റ്റർ റീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഇൻസ്ട്രക്ഷൻ ജെ ഇവിടെ റൈറ്റ് ചെയ്തു. അപ്പോൾ അതിനു മുമ്പേ ഇദ്ദേഹം അവിടെ റീഡ് ചെയ്തു. അപ്പോൾ ഇത് റീഡ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും റീഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ചെയ്താൽ ശേഷം മാത്രമേ ഇത് റീഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇത് ആദ്യമേ അങ്ങ് റീഡ് ചെയ്തു, അതിന് ശേഷമാണ് അവിടെ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഐ ഓൾറെഡി read the information. Okay, but instruction J is writing the data only after I has read. So the I will be taking the wrong result or the wrong value. Clear? ഇതിനെയാണ് നമ്മൾ ആൻറ്റി ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡിപ്പെൻഡൻസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ടീഷൻ കണ്ടോ? നമ്മൾ RAW റീഡ് ആഫ്റ്റർ റൈറ്റ് വരാനുള്ള കണ്ടീഷൻ RFI ഇൻ്റർസെക്ഷൻ DFJ അത് നള്ളായിരിക്കണം. ക്ലിയർ? ഓക്കെ, നമ്മുടെ ഈ 2 കേസ് ഉണ്ട്. ഈ ഇൻ്റർസെക്ഷൻ നമ്മൾ എന്താണ് അവിടെ നള്ളായിരിക്കണം. അടുത്തത് RFI ഇൻ്റർസെക്ഷൻ RFJ, 2ൻ്റെ ഔട്ട്പുട്ട് കണ്ടോ? ഇവിടെ ഇൻ്റർസെക്ഷൻ വരാൻ. ഓക്കെ, അവിടെ empty ആയിരിക്കണം. പിന്നെ എന്താണ് ഇവിടെ DFI ഇൻ്റർസെക്ഷൻ RFJ, DFI ഇൻ്റർസെക്ഷൻ RFJ. ദിസ് മസ്റ്റ് ബി നൾ. ക്ലിയർ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഹസാർഡ്സുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹസാർഡ്സ് മേ നോട്ട് അപ്പിയർ ഈവൻ ഇഫ് one or more of the condition exist. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇവിടെ ട്രൂ ആവുകയാണെങ്കിൽ, ഓക്കെ, ഇതാവുകയാണെങ്കിൽ, കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ് ഹസാർഡ് സംഭവിക്കുന്നു. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ഹസാർഡ്സ് സംഭവിച്ചിരിക്കും. ക്ലിയർ? ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
RAW hazard correspond to flow dependence. Okay, RAW hazard ഇതാണ് ഫ്ലോ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? WAR ആണ് ആൻറ്റി ഡിപ്പെൻഡൻസ്. ദിസ് ഈസ് ആൻറ്റി ഡിപ്പെൻഡൻസ്, ദിസ് ഈസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് അല്ലേ. WAW ഈസ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ്. ഇതാണ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ മെക്കാനിസംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊരു പൈപ്പ് ലൈൻ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ബഫേഴ്സ്, പ്രീഫെച്ച് ബഫർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പൈപ്പ് ലൈനിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എടുത്ത് നമ്മൾ ബഫറിനകത്ത് കൊടുക്കുക. ഏതൊക്കെ ബഫർ ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, സീക്വൻഷ്യൽ ബഫർ, ടാർഗറ്റ് ബഫർ, ലൂപ്പ് ബഫർ. ഓക്കെ, അടുത്തത് നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ്, മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു റിസർവേഷൻ സ്റ്റേഷൻ വേണം. ഓക്കെ, എന്തിനാണ് ഈ റിസർവേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്? എന്തെങ്കിലും കൊളിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റിസർവേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പം ആ കൊളിഷൻ അല്ലെങ്കിൽ ആ ഡിപ്പെൻഡൻസ് തീരുന്നവരെ ഈ റിസർവേഷൻ സ്റ്റേഷനകത്ത് ആ ഇൻസ്ട്രക്ഷന് കഴിയാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ എടുത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്ക് കൊടുക്കാൻ പറ്റും, ഫങ്ഷണൽ യൂണിറ്റിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഫങ്ഷണൽ യൂണിറ്റ്സും സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ, ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ ഫങ്ഷണൽ യൂണിറ്റ്സിനും പാരലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് രണ്ടാമത്തെ കേസ്. പിന്നെ ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്, ഫങ്ഷണൽ യൂണിറ്റുകൾ തമ്മിൽ ഫോർവേഡിങ്ങിന് നമുക്ക് എപ്പോഴും രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഈ രണ്ട് കേസ് കാണിച്ചു കൊടുക്കുക. മെമ്മറിയിൽ നിന്ന് വരുന്നതിന് പകരം രജിസ്റ്റർ എന്ന് കൊടുക്കുക, രജിസ്റ്റർ എന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ഇവിടെയും നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിന് പകരം ഈ രജിസ്റ്റർ എന്നുള്ള കോപ്പി എടുത്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ആ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഹസാർഡ്സ് അവോയ്ഡ് ചെയ്യുക. 3 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് വരാം. ആ ഹസാർഡ്സ് 3ഉം എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെക്കാനിസം ബൈ വിച്ച് വി ക്യാൻ ഡിസൈൻ എ പെർഫെക്റ്റ് പൈപ്പ് ലൈൻ. ഓക്കെ, ഈ 4 കോൺസെപ്റ്റുകൾ പറയാം. ഓക്കെ, താങ്ക് യു.